അപ്പോൾ ഇന്ന് മൺഡേ കാലത്ത് എനിക്ക് 8 o'clock ഫസ്റ്റ് ഡെലിവറി. ഈ കിടക്കുന്ന ട്രെയിലർ കേട്ടോ, ഇത് ലോഡ് ട്രെയിലർ കിടക്കണതാണ്. കാരണം ഫ്രൈഡേ ഞാൻ എൻ്റെ ലോഡ് കിട്ടിയിട്ട് നേരെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടേക്കണമായിരുന്നു. പിന്നെ 2 days ഹോളിഡേ ആയിരുന്നു. അങ്ങനെ കാലത്ത് 6 o'clock ആയപ്പോൾ ഞാൻ കമ്പനി എത്തി, ഫുഡൊക്കെ കൊണ്ട് എത്തുന്നു. ഇപ്പോൾ ട്രക്ക് ഓൾറെഡി പിന്നെയും മാറി. കഴിഞ്ഞ ആഴ്ച ഓടിച്ച ഡഫ് ട്രക്കിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജും ഓവനൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ട്രക്കായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഓവനില്ല, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ടെമ്പററി യൂസിന് വേണ്ടിയിട്ടൊക്കെ. കുഴപ്പമില്ലാത്ത കുറച്ച് ഫെസിലിറ്റീസുള്ള ട്രക്കാണ്. പിന്നെ ഒത്തിരി കൂടെ സമാധാനം. ഓൾറെഡി 1 hour 30 minute ഡ്രൈവ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാംബ്രിഡ്ജ് എത്താൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ ഏകദേശം 6 o'clock 6:20 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യണത്. ഡിലേ കാരണം ഉണ്ടായില്ല. ഓൺ ടൈമിൽ നമ്മൾ കമ്പനി ഫസ്റ്റ് രജിസ്ട്രേഷനായി നമ്മൾ സ്ഥലത്തെത്തി, കാംബ്രിഡ്ജ് എത്തി. ആഴ്ച ആകെ വലച്ചിലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഫുഡില്ലാത്ത ബുദ്ധിമുട്ടും ഫ്രിഡ്ജില്ല, ഓവനില്ല, തണുത്തളം കുടിക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയിട്ട് ഇപ്പം ഈ ആഴ്ചയിൽ പിന്നെ സമാധാനമുണ്ട്. ഈ ആഴ്ചയിൽ ഈ ട്രക്കിൽ നടക്കാനുള്ള ഗ്യാപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിലൊന്നും കാണിച്ചിരുന്നില്ല. ട്രക്കിൻ്റെ സെൻട്രലിൽ ഒരു സാധനമുണ്ട്, അതപ്പോൾ നമുക്ക് ബെഡുമൊക്കെ കയറി നമ്മൾ ഇഴഞ്ഞാലും അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ ട്രക്കിൽ നടക്കാനും പഴയതുപോലെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്, ഓവൻ മാത്രമില്ല എന്നത്രേ ഉള്ളൂ. കുറേ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് മെസ്സേജ് ഇപ്പോഴും അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാത്ത ഞാൻ കൊടുത്തല്ല കുറേ പേര് വന്നു. പക്ഷേ എനിക്ക് വർക്കിൻ്റെ തിരക്ക് കാരണമാണ്. ഇൻഷാല്ലാ ഈ ആഴ്ച ഈ ജോലി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സ്കോട്ട്ലൻഡിനാണ് 2 പ്രാവശ്യം. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇന്നും സ്കോട്ട്ലൻഡിനാണ്. ഇപ്പോൾ ഞാൻ വന്ന ലാസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് ഇപ്പോൾ കാംബ്രിഡ്ജിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് നേരെ നമുക്ക് ലണ്ടനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേറെ ലോഡ് എടുത്തിട്ട് നമുക്ക് നേരെ ഇപ്പോൾ നോക്കുമ്പോൾ സ്കോട്ട്ലാൻഡിന് ഡെലിവറി ഉള്ളത്. ടുമാറോ ട്യൂസ്ഡേ 7 o'clock നമ്മൾ അവിടെ ഡെലിവറി ചെയ്യണമെന്നാണ് എനിക്ക് പറഞ്ഞേക്കണത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്ന് റിപ്ലൈ കൊടുക്കും. പക്ഷേ നമുക്ക് ഓരോ സാഹചര്യം, ഫാമിലി, ഇതുണ്ട്, നമ്മുടെ ജോലി കാര്യങ്ങൾ. പിന്നെ ഈ ജോലി ആകുമ്പോൾ നമ്മൾ ഷട്ടർ തുറക്കണം, നമ്മത് ടൈറ്റ് ചെയ്യണം, കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫോൺ നോക്കാൻ സമയം കിട്ടാറില്ല. വീക്കെൻഡ്സിന് വീട്ടിലുണ്ടാവാറ്, പക്ഷേ ആ സമയത്ത് വല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ള തന്നെ പിന്നെ അങ്ങനെ നടക്കില്ല. അങ്ങനെ ജോലിക്ക് വരുമ്പോഴൊക്കെ നടക്കാറ്. ആമസോണിലുള്ളപ്പോൾ സുഖമായിരുന്നു, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജോലിയിലൊക്കെ അധികം ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ട്രിപ്പ് കഴിയുമ്പോൾ തന്നെ അവിടെ അടുത്ത ട്രിപ്പ് ഇട്ട് തരും. അപ്പോൾ നമുക്ക് നേരത്തെ എത്ര പരിപാടിയൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നു, അവിടെ ലോഡ് എടുക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തി ഇനി ലോഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് 1/2 hour വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ സ്കോട്ട്ലാൻഡിലേക്ക് ട്രിപ്പ്. നമ്മുടെ കമ്പനി ഇനിയും ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട്. ബാക്കി ഇപ്പോൾ പെട്ട